ആഡ്വാക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ മാത്രം കണ്ടുവരുന്ന രൂപത്തിലും പെരുമാറ്റത്തിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സസ്തനിയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ പന്നിയുടെയും ആന്റിറ്ററയും കങ്കാരുവിനെയൊക്കെ ചില സവിശേഷതകൾ ചേർന്നുപോലെ തോന്നുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത് തനതായിട്ടുള്ള ഒരു ജീവിവർഗ്ഗമാണ്. രാത്രി സജീവമായിട്ടുള്ള ജീവി പ്രധാനമായിട്ടും ചിതലുകളെയും ഉറുമ്പുകളെയൊക്കെ ഭക്ഷിക്കുന്നതിനാൽ പ്രകൃതിയിലെ കീട സമതുലിന അവസ്ഥ നിലനിർത്താൻ വേണ്ടി വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇവിടെ ശാസ്ത്രീയ നാമം ഓറിക്ടറോപ്പസ് ഏഫർ എന്നാണ്. ഓറിക്ടറോപ്പസ് എന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നുള്ള പദമാണ്. കുഴിയെടുക്കുന്ന കാൽ എന്നാണ് അതിന്റെ അർത്ഥം. ഏഫർ എന്നത് ആഫ്രിക്കയുമായിട്ട് ബന്ധപ്പെട്ടത് എന്ന അർത്ഥം നൽകുന്നുണ്ട്. ഇത് ഈ ജീവിയുടെ കുഴിയെടുക്കുന്ന സ്വഭാവത്തെയും ആഫ്രിക്കൻ വാസസ്ഥലത്തെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഓറിക്ടറോപ്പോഡിഡെ എന്ന ഫാമിലിയിലാണ് ഇത് പെടുന്നത്. അതായത് ഈ കുടുംബത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഏക അംഗം ആഡ്വാക്ക് തന്നെയാണ്. ഇത് ഈ ജീവിയെ ശാസ്ത്രീയപരമായിട്ട് വളരെ പ്രധാനപ്പെട്ടതാക്കുന്നു. കാരണം ഇതിനടുത്ത ബന്ധുക്കളായിട്ടുള്ള മറ്റു ജീവികൾ ഇന്നത്തെ കാലത്ത് ഇല്ല എന്നതാണ്. ട്യൂബിലിഡാറ്റ എന്ന ഓർഡറിലാണ് ഇത് പെടുത്തിയിരിക്കുന്നത്. ട്യൂബിലിഡാറ്റ എന്ന ഓർഡർ അൺവേർഡിനായിട്ട് മാത്രം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പ്രത്യേക വർഗീകരണമാണ്. ഈ ഓർഡറിന്റെ പ്രധാന സവിശേഷത ആഡ്വാക്കിന്റെ പല്ലുകളുടെ ഘടനയാണ്. ഇവിടെ പല്ലുകൾ സാധാരണ സസ്തനികളെ പോലെ ഇന്നാമൽ കൊണ്ടല്ല, മറിച്ച് ട്യൂബുലർ ഘടനകളാൽ നിർമ്മിച്ചതാണ്. ഈ പ്രത്യേക പല്ല് ഘടനയാണ് ട്യൂബിലിഡാറ്റ എന്ന വർഗീകരണത്തിന് കാരണം. ഇവയുടെ പൂർവികരും പരിണാമത്തിന്റെ തുടക്കത്തിലേക്ക് നമുക്ക് നെറ്റി നോക്കിയാൽ ഭൂമിയിലെ ഏറ്റവും അതുല്യമായിട്ടുള്ള സസ്തനികളിൽ ഒന്നാണ് ആഡ്വാക്ക് എന്ന് പറയുന്ന ജീവി. ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ട്യൂബിലിഡാറ്റ എന്ന ഓർഡറിലെ ഏക അംഗം എന്ന പ്രത്യേകത ഇതിനുണ്ട്. അതിന്റെ പരിണാമ ചരിത്രം പഠിക്കുമ്പോൾ മറ്റ് സസ്തനികളുമായിട്ട് നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയത്തില്ലാത്ത ദീർഘവും സങ്കീർണവുമായിട്ടുള്ള ഒരു പരിണാമ പാതയാണ് ആഡ്വാക്ക് പിന്തുടർന്നതെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ആഡ്വാക്കിന്റെ പരിണാമ ചരിത്രം ഏകദേശം 60-70 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഡൈനോസറുകളുടെ വംശനാശനത്തിന് ശേഷം ആരംഭിച്ചതായിട്ട് കരുതപ്പെടുന്നു. ആ കാലഘട്ടത്തിൽ ഭൂമിയിൽ വിവിധ തരം ആദിമ സസ്തനികൾ വ്യാപിച്ചു തുടങ്ങിയിരുന്നു. ഇവയിൽ ചിലത് കീടങ്ങളെ ഭക്ഷിക്കുന്ന ജീവിതശൈലി സ്വീകരിക്കുകയും ഭൂമിക്കടിയിൽ കുഴികളിൽ താമസിക്കുന്ന സ്വഭാവം വികസിപ്പിക്കുകയും ചെയ്തു. ഈ ആദിമ കീടഭക്ഷണ സസ്തനികളിൽ നിന്നാണ് ആഡ്വാക്കിന്റെ പൂർവികർ ക്രമേണ രൂപം കൊണ്ടതെന്ന് വിശ്വസിക്കുന്നു. ആഡ്വാക്കിന്റെ പരിണാമം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തോട് ഏറെ അടുത്ത ബന്ധമുള്ളതാണ്. ഫോസിൽ തെളിവുകൾ പ്രകാരം ആഡ്വാക്കിന്റെ പ്രാചീന പൂർവികർ ആഫ്രിക്കയിൽ തന്നെ പരിണമിച്ചുവെന്നും അവിടെ തന്നെ വികസിച്ചുവെന്നും ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ആഫ്രിക്കയിലെ ചൂടേറിയ കാലാവസ്ഥ, തുറന്ന സമ്പന്ന വനങ്ങൾ, ധാരാളമായിട്ട് ലഭ്യമായിട്ടുള്ള ചിതലുകൾ, ഉറുമ്പുകളും ഒക്കെ എന്നിവ ആഡ്വാക്കിന്റെ പ്രത്യേക ഭക്ഷണരീതിക്കും ശരീരഘടനയ്ക്കും ഒക്കെ രൂപപ്പെടുന്നതിൽ നിർണായകരമായിട്ടുള്ള പങ്കുവഹിച്ചു. ആഡ്വാക്കിന്റെ പരിണാമത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സവിശേഷത ട്യൂബുലർ ഘടനയിലുള്ള പല്ലുകളാണ്. മറ്റ് സസ്തനികളിൽ നിന്ന് കാണുന്ന ഇനാമൽ പല്ലുകൾക്ക് പകരം ആഡ്വാക്കിന്റെ പല്ലുകളിൽ ചെറിയ നാളികളാൽ ചേർന്ന ഘടനയാണ്. ഈ അപൂർവ പല്ലുഘടന ചിതലുകളെ അരച്ചു കഴിക്കാൻ വേണ്ടി സഹായിച്ചു. കഠിനമായിട്ട് ചവയ്ക്കാൻ ആവശ്യമില്ലാത്ത ഭക്ഷണശീലത്തിന് അനുയോജ്യമായിട്ട് മാറി. ട്യൂബിലിഡാറ്റ എന്ന പ്രത്യേക ഓർഡർ രൂപപ്പെടാൻ വേണ്ടി ഇത് കാരണമായി. ഇത് ആഡ്വാക്കിന്റെ പരിണാമത്തിലെ മറ്റെല്ലാ സസ്തനികളിൽ നിന്നുള്ള വേർതിരിവിന് വഴിതെളിച്ചു. ആഡ്വാക്കിന്റെ പൂർവികർ കാലക്രമേണ ശക്തമായിട്ടുള്ള നഖങ്ങളുള്ള മുൻകാലുകൾ വികസിപ്പിച്ചു. ഇതിന് ഫലമായിട്ട് മണ്ണിൽ ആഴത്തിലുള്ള കുഴികൾ എളുപ്പത്തിൽ കുഴിക്കാൻ വേണ്ടി സാധിച്ചു. ചിതൽ കൂടുകളിലും ഉറുമ്പൻ കൂടുകളിലൊക്കെ നേരിട്ട് പ്രവേശിക്കാൻ വേണ്ടി കഴിഞ്ഞു. പകലത്തെ കടുത്ത ചൂടിൽ നിന്നും ശത്രുക്കളിൽ നിന്നും സംരക്ഷണം ലഭിച്ചുകൊണ്ട് ഈ ഭൂമിക്കടിയിലുള്ള ജീവിതശൈലി ആഡ്വാക്കിന്റെ പരിണാമത്തിൽ നിർണായകരമായിട്ടുള്ള ഒരു ഘട്ടമായിരുന്നു. ആദ്യകാല ആഡ്വാക്കിന്റെ പൂർവികർ രാത്രി സജീവമായിട്ട് മാറിയതും പരിണാമപരമായിട്ട് വലിയ മാറ്റമാണ്. ഇതിലൂടെ ചൂട് കുറയുന്ന സമയങ്ങളിൽ ഭക്ഷണം തേടാൻ വേണ്ടി സാധിച്ചു. വലിയ വേട്ടമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിഞ്ഞു. മണത്തെറിവ് ശക്തമായിട്ട് വികസിച്ചു. ഇന്ന് കാണുന്ന നീളം കൂടിയ മൂക്കും ശക്തമായിട്ടുള്ള മണശക്തിയൊക്കെ ഈ പരിണാമത്തിന്റെ ഫലമാണ്. ഒരിക്കൽ ആഡ്വാക്കിനെ പോലെ തന്നെ നിരവധി ട്യൂബുലറേറ്റ അംഗങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്ന് ഫോസിലുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ കാലാവസ്ഥാ മാറ്റങ്ങൾ, പരിസ്ഥിതി വ്യതിയാനങ്ങൾ, മത്സരിക്കുന്ന ജീവികൾ എന്നിവ മൂലം അതിൽ ഭൂരിഭാഗം വംശനാശം സംഭവിച്ചു. അങ്ങനെ ദീർഘകാല പരിണാമ പോരാട്ടത്തിൽ ജീവിച്ചിരിപ്പാൻ കഴിഞ്ഞ ഏക അംഗമായിട്ട് ആഡ്വാക്ക് ഇന്നത്തെ കാലത്ത് നിലനിൽക്കുന്നുണ്ട്. ആഡ്വാക്കിനെ ഒരു സാധാരണ മൃഗമായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. ഇത് പുരാതന സസ്തനികളുടെ പരിണാമ ചക്രത്തിന്റെ ജീവിക്കുന്ന സാക്ഷിയാണ്. കീടഭക്ഷണ സസ്തനികളുടെ വ്യത്യസ്ത പരിണാമവാദയുടെ ഉദാഹരണമാണിത്. പ്രകൃതിയിലെ അനുകൂലനത്തിന്റെ, അതായത് അഡാപ്ഷന്റെ മികച്ച മാതൃകയാണ് ഇത്. ചുരുക്കി പറഞ്ഞാൽ ആഡ്വാക്കിന്റെ പൂർവികരും പരിണാമത്തിന്റെ തുടക്കവും പഠിക്കുമ്പോൾ പ്രകൃതി എത്രത്തോളം വ്യത്യസ്തമായിട്ടുള്ള വഴികളിലൂടെ ജീവികളെ രൂപപ്പെടുത്തുമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് നടന്ന പരിണാമ പരിവർത്തനങ്ങളാണ് ഇന്ന് കാണുന്ന ഈ അതുല്യ ജീവിയെ സൃഷ്ടിച്ചത്. ഇവയെ സംബന്ധിക്കുന്ന ചില ആശ്ചര്യപരമായിട്ടുള്ള വിവരങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ ആഡ്വാക്ക് ലോകത്തിലെ ഏറ്റവും വിചിത്രവും അതുല്യവുമായിട്ടുള്ള സസ്തനികളൊന്നാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ പല മൃഗങ്ങളുടെ സവിശേഷതകൾ ചേർന്നതുപോലെ തോന്നിയാലും യഥാർത്ഥത്തിൽ ഇത് തനതായിട്ടുള്ള ഒരു ജീവിയാണ്. ആഡ്വാക്കിനെ കുറിച്ചിട്ടുള്ള പല സത്യങ്ങളും നമ്മളെ അത്ഭുതപ്പെടുന്നതാണ്. ആഡ്വാക്ക് ട്യൂബിലിഡാറ്റ എന്ന ഓർഡറിലെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഏക അംഗമാണ്. ഇത് അടുത്ത ബന്ധുക്കളുടെ മറ്റു ജീവികൾ ഇന്നത്തെ കാലത്ത് ഇല്ല. അതിനാൽ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പരിണാമ സാക്ഷിയായിട്ട് ഇവയെ കണക്കാക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആഡ്വാക്കിന്റെ പല്ലുകൾക്ക് ഇനാമൽ ഇല്ലാത്തതാണ്. ഈ പല്ലുകൾ ട്യൂബുലാർ ഘടനയുള്ളതാണ്. ഇവ ഒരിക്കലും വളരുന്നില്ല. എന്നിട്ടും ചിതലുകളും മുറിമ്പുകളൊക്കെ അരച്ചു കഴിക്കാൻ വേണ്ടി ഇവ പൂർണ്ണമായിട്ട് അനുയോജ്യമാണ്. ഇത് സസ്തനികളിൽ അപൂർവമായിട്ടുള്ള ഒരു സവിശേഷതയാണ്. ആഡ്വാക്കിന്റെ നാവ് 30-45 സെന്റിമീറ്റർ വരെ നീളം ഉണ്ടാകാം. ഈ ഒട്ടിപ്പിടിപ്പിക്കുന്ന നാവ് ഉപയോഗിച്ച്
ഒരു രാത്രിയിൽ ആയിരക്കണക്കിന് ചിതലുകളെയും ഉറുമ്പുകളെയൊക്കെ കഴിക്കാൻ വേണ്ടി കഴിയും. കീടങ്ങളെ വേഗത്തിൽ ശേഖരിക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. ആഡ്വാക്ക് വളരെ വേഗത്തിൽ കുഴിയെടുക്കാൻ കഴിവുള്ള ഒരു മൃഗമാണ്. ചില സന്ദർഭങ്ങളിൽ മിനിറ്റിനുള്ളിൽ തന്നെ സ്വയം ഒളിക്കാൻ കുഴി കുഴിക്കാൻ വേണ്ടി ഇവയ്ക്ക് സാധിക്കുന്നുണ്ട്. ശക്തമായിട്ടുള്ള മുൻകാലുകളും മൂർച്ചയുള്ള നഖങ്ങളും ഇതിന് സഹായകരമാണ്. അതുകൊണ്ട് തന്നെ ആഡ്വാക്കിനെ ഭൂമിയിലെ ഏറ്റവും മികച്ച കുഴിയെടുക്കുന്ന സസ്തനികളൊന്ന് എന്ന് വിശേഷിക്കപ്പെടാറുണ്ട്. പിന്നെ ആഡ്വാക്ക് ഒരു രാത്രി സജീവ മൃഗമാണ്. പകൽ സമയത്ത് കുഴികളിൽ വിശ്രമിക്കുന്നു, രാത്രി ഭക്ഷണം തേടി ഇവ പുറത്തിറങ്ങുന്നു. ഇത് ചൂടിൽ നിന്നും വേട്ട മൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇവയ്ക്ക് കാഴ്ച അത്ര ശക്തമല്ല, പകരം അത്യന്തം ശക്തമായിട്ടുള്ള മണത്തറി ഇവയ്ക്കുണ്ട്. ഭൂമിക്കടിയിലുള്ള ചിതൽക്കൂടുകൾ പോലും മണത്തിലൂടെ കണ്ടെത്താൻ വേണ്ടി ഇവയ്ക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. ആഡ്വാക്ക് കുഴിച്ചുണ്ടാക്കുന്ന കുഴികൾ പിന്നീട് മറ്റു മൃഗങ്ങൾ താമസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പാമ്പുകൾ, മുള്ളം പന്നികൾ, ചെറു സസ്തനികൾ എന്നിവയ്ക്ക് അഭയം നൽകുന്നുണ്ട് ഇവ. അതിനാൽ തന്നെ ആഡ്വാക്ക് ഒരു എക്കോസിസ്റ്റം എഞ്ചിനീയർ ആണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന മൃഗമാണിവ. പ്രജനകാലത്ത് മാത്രമാണ് കൂട്ടായിട്ട് ജീവിക്കുന്നത്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം മാത്രമാണ് ശക്തമായിട്ടുള്ള ഇവയുടെ സാമൂഹിക ബന്ധമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കുഞ്ഞിൽ ജനിക്കുമ്പോൾ രോമമില്ലാത്ത അവസ്ഥയിലായിരിക്കും, കണ്ണുകൾ അടഞ്ഞ നിലയിലായിരിക്കും. പൂർണ്ണമായിട്ട് അമ്മയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കാലക്രമേണയാണ് കുഞ്ഞുങ്ങൾ ശക്തി ആർജിക്കുന്നത്. ആഡ്വാക്ക് എന്ന പേര് ആഫ്രിക്കൻ ഭാഷയിൽ നിന്നുള്ളതാണ്. അതിന്റെ അർത്ഥം മണ്ണു പന്നി എന്നാണ്. ഇത് അതിന്റെ പന്നി പോലുള്ള മൂക്കും മണ്ണിൽ കുഴിയെടുക്കുന്ന സ്വഭാവമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആഡ്വാക്ക് ഒരു സാധാരണ ജീവിയല്ല, മറിച്ച് അപൂർവമായിട്ടുള്ള പരിണാമ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അതുല്യമായിട്ടുള്ള ശാരീരഘടനയുള്ള, പ്രകൃതിയിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരു ജീവിയാണ്. ഇതെല്ലാം ചേർത്തിട്ടാണ് ആഡ്വാക്കിനെ ഭൂമിയിലെ ഏറ്റവും കൗതുകരമായിട്ടുള്ള സസ്തനികളൊന്നായിട്ട് മാറ്റുന്നത്. നമുക്ക് ഇതിന്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി അല്ലെങ്കിൽ ശാരീരിക സവിശേഷതകളെ പറ്റി പറയുകയാണെങ്കിൽ ആഡ്വാക്ക് ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായ ശാരീരിക ഘടനയുള്ള സസ്തനികളിലൊന്നാണ്. പന്നി പോലുള്ള മൂക്ക്, മുയലിനോട് സാമ്യമുള്ള ചെവികൾ, കരടിയോട് സാമ്യമുള്ള ശക്തമായിട്ടുള്ള നഖങ്ങൾ എന്നിവ ചേർന്നിട്ടാണ് ഇതിന്റെ രൂപം. ഈ എല്ലാ ശാരീരിക സവിശേഷതകളും ആഡ്വാക്കിന്റെ പ്രത്യേക ഭക്ഷണശീലത്തിനും കുഴിയെടുക്കുന്ന ജീവിതശൈലിക്കും അനുയോജ്യമായിട്ട് പരിണമിച്ചവയാണ്. ആഡ്വാക്ക് ഒരു മധ്യവലിപ്പമുള്ള സസ്തനിയാണ്. ശരീരനീളം ഏകദേശം 1 മുതൽ 1.3 മീറ്റർ വരെ ഉണ്ടാവാം. അവയുടെ വാലിന്റെ നീളം 40 മുതൽ 65 സെന്റിമീറ്റർ വരെ നീളവും അതിന്റെ ശരീരഭാരം 40 മുതൽ 65 കിലോഗ്രാം വരെയും ആവാം. ഇതിന് ശക്തമായിട്ടുള്ള ശരീരഘടന മണ്ണ് കുഴിക്കുന്നതിനും ദീർഘകാലം സഞ്ചരിക്കുന്നതിനുമൊക്കെ ഇവയെ സഹായിക്കുന്നുണ്ട്. ആഡ്വാക്കിന്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സവിശേഷത അതിന്റെ നീളം കൂടിയ ട്യൂബുലർ മൂക്കാണ്. ഈ മൂക്ക് അത്യന്തം സൂക്ഷ്മമായിട്ടുള്ള മണത്തറിവിന് സഹായിക്കുന്നുണ്ട്. ഭൂമിക്കടിയിലുള്ള ചിതൽക്കൂട്ടങ്ങളും ഉറുമ്പുകൂടുകളൊക്കെ കണ്ടെത്താൻ വേണ്ടി ഇത് കഴിയുന്നുണ്ട്. മണത്തറിവാണ് ആഡ്വാക്കിന്റെ പ്രധാന ഇന്ദ്രിയ ശക്തി എന്ന് പറയുന്നത്. ആഡ്വാക്കിന്റെ ചെവികൾ നീളം കൂടിയതും മുയലിന്റെ ചെവികളെ പോലെ നേരെ നിൽക്കുന്നതുമാണ്. ഈ ചെവികൾ ദൂരെയുള്ള ശബ്ദങ്ങൾ പോലും കേൾക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപകട സമയത്ത് ചെവികൾ മടക്കി സംരക്ഷിക്കാൻ വേണ്ടി ഇവയ്ക്ക് കഴിയുന്നുണ്ട്. ഇനി ഇവിടെ നാവുകളെ പറ്റി നോക്കുകയാണെങ്കിൽ 30-40 സെന്റിമീറ്റർ വരെ ഇവയ്ക്ക് നീളം ഉണ്ടാകും. ഒട്ടിപ്പിടിക്കുന്ന ലാലം കൊണ്ട് ഇവ പൊതിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരേ സമയം തന്നെ 100 കണക്കിന് കീടങ്ങളെ ഇവയ്ക്ക് പിടിക്കാനാവും. ഇത് ചെതിലുകളും ഉറുമ്പുകളെയൊക്കെ ഭക്ഷിക്കാൻ അത്യന്തം അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ആഡ്വാക്കിന്റെ പല്ലുകളെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനാമൽ ഇല്ലാത്തതായിട്ടുള്ള ട്യൂബുലർ ഘടനയുള്ള പല്ലുകളാണ്. ഒരിക്കലും അവ വീണ്ടും വളരുന്നില്ല. ഈ പല്ല് ഘടനയാണ് ട്യൂബുലഡേറ്റ എന്ന ഓർഡറിന് പേര് നൽകിയിരിക്കുന്നത്. ഇവയുടെ മുൻകാലുകൾ വളരെ ശക്തമാണ്. മൂർച്ചയുള്ള കരടിയോട് സാമ്യമായിട്ടുള്ള നഖങ്ങളുണ്ട് ഇവയ്ക്ക്. അവ ഉപയോഗിച്ച് കഠിനമായിട്ടുള്ള മണ്ണ് പോലും വേഗത്തിൽ കുഴിക്കാൻ വേണ്ടി ഇവയ്ക്ക് കഴിയും. ചിതൽക്കൂടുകൾ പൊളിക്കാൻ വേണ്ടിയൊക്കെ ഇവ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇവ നടക്കുമ്പോൾ പാദം മുഴുവൻ നിലത്ത് വെക്കുന്ന രീതിയിലാണ്. ഇത് ഇവയ്ക്ക് സ്ഥിരതയും ശക്തിയും ഒക്കെ നൽകുന്നുണ്ട്. ഇത് കരടിയെ പോലുള്ള ഒരു നടപ്പാണ്. ആഡ്വാക്കിന്റെ ത്വക്ക് കട്ടിയുള്ളതും കരുത്തുള്ളതുമാണ്. ചിതലുകളുടെ കടിയിലും കല്ലുകളും മണ്ണും ഉണ്ടാകുന്ന പരിക്കിൽ നിന്നും സംരക്ഷണം ഇവ നൽകുന്നുണ്ട്. രോമം വളരെ കുറവായതിനാൽ തന്നെ ചൂടുള്ള ആഫ്രിക്കൻ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടാണ് ഇവയുടെ ശരീരം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇവയുടെ വാല് കട്ടിയുള്ളതും ശക്തവുമാണ്. നടക്കുമ്പോൾ ശരീര സന്തുലനാവസ്ഥ നിലനിർത്താൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആഡ്വാക്കിന്റെ ശരീര സവിശേഷതകളെല്ലാം തന്നെ കീടഭക്ഷണ ജീവിതത്തിനോടും കുഴിയെടുക്കുന്ന സ്വഭാവത്തിനോടും രാത്രി സജീവമായിട്ടുള്ള ജീവിതത്തിനും എല്ലാം പൂർണ്ണമായിട്ട് അനുയോജ്യമായിട്ട് പരിണമിച്ചുകയാണ്. പ്രകൃതി ഓരോ ജീവിയും അതിന്റെ പരിസ്ഥിതിയോട് എത്ര കൃത്യമായിട്ട് പൊരുത്തപ്പെടുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ഈ ആഡ്വാക്ക്. ഇവയുടെ ആവാസ വ്യവസ്ഥയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആഡ്വാക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ വിവിധ ഭൂപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഒരു അതുല്യമായിട്ടുള്ള സസ്തനിയാണ്. ചെതിലുകളും ഉറുമ്പുകളും ധാരാളമായിട്ട് ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇതിന് സാന്നിധ്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ആഡ്വാക്കിന്റെ ആവാസ വ്യവസ്ഥ അതിന്റെ ഭക്ഷണ രീതിയോടും കുഴിയെടുക്കുന്ന ജീവിതശൈലിയോടും ഒക്കെ അതീവമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. ആഡ്വാക്ക് സഹാറ മരുഭൂമിയുടെ തെക്കു ഭാഗത്തുള്ള പ്രദേശങ്ങൾ ഉടനീളം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇവയെ കണ്ടെത്തുന്ന പ്രധാന രാജ്യങ്ങളും മേഖലയും പറ്റി നോക്കുകയാണെങ്കിൽ കിഴക്കൻ ആഫ്രിക്കയിൽ കാണാം, ദക്ഷിണ ആഫ്രിക്ക, മധ്യ ആഫ്രിക്കയിലെ ചില പ്രദേശങ്ങൾ, ഈ തുടങ്ങിയ പ്രദേശങ്ങളാണ് ഇവയെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത്യന്തം തണുപ്പുള്ള മലനിരകളിലും തീരപ്രദേശങ്ങളിലും ഇവ അപൂർവമായിരിക്കും. ആഡ്വാക്ക് വിവിധതരം ആവാസ വ്യവസ്ഥയോട് പൊരുത്തപ്പെടാൻ കഴിവുള്ളവയാണ്. പ്രധാനമായിട്ടും ഇവ കണ്ടുവരുന്നത് സമ്പന്ന പുൽമേടുകൾ, വുഡ്ലാൻഡുകൾ, തുറന്ന കാടുകൾ, പുൽമേടുകളോട് ചേർന്ന അർദ്ധവന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ്. എന്നാൽ അത്യന്തിയും കല്ലുകെട്ടിയ മണ്ണോ സ്ഥിരമായിട്ട് വെള്ളം നിറഞ്ഞ പ്രദേശങ്ങളോ ഇവ ഒഴിവാക്കുന്നുണ്ട്. ആഡ്വാക്കിന്റെ ആവാസ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കുഴിയെടുക്കുവാൻ അനുയോജ്യമായിട്ടുള്ള മണ്ണാണ്. മൃദുവായിട്ടുള്ള
കുഴിയെടുക്കാൻ എളുപ്പമുള്ള മണ്ണാണ് ഇവയ്ക്ക് ഇഷ്ടം. കട്ടിയുള്ള കല്ലുമണ്ണ് ഇവയുടെ ജീവിതത്തിന് തടസ്സമാണ്. ആഡ്വാക്കിന്റെ കുഴികൾ പകൽ സമയത്ത് ഇവ വിശ്രമത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയും ഇവ ഉപയോഗിക്കുന്നുണ്ട്. ആഡ്വാക്ക് സാധാരണയായിട്ട് ചൂടുള്ളതോ മിതമായിട്ടുള്ള ചൂടുള്ളതോ ആയിട്ടുള്ള കാലാവസ്ഥയിലാണ് ജീവിക്കുന്നത്. അത്യന്തം തണുപ്പുള്ള പ്രദേശങ്ങൾ ഇവയ്ക്ക് അനുയോജ്യമല്ല. ചൂടേറിയ പകൽ സമയങ്ങളിൽ കുഴിക്കുള്ളിൽ കഴിയുന്നത് ശരീര താപനില നിയന്ത്രിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ആഡ്വാക്കിന്റെ ആവാസ വ്യവസ്ഥ ചിതലുകളുടെയും ഉറുമ്പുകളുടെയൊക്കെ ലഭ്യതയോട് നേരിട്ട് ബന്ധപ്പെട്ടതാണ്. ചിതൽ കൂടുകൾ ധാരാളമുള്ള പ്രദേശങ്ങളാണ് ഇവ സ്ഥിരമായിട്ട് താമസിക്കുന്നത്. മഴക്കാലങ്ങളിൽ ഭക്ഷണം കൂടുതൽ ലഭിക്കുന്നതിനാൽ തന്നെ ഇവയുടെ സജീവത കൂടുന്നുണ്ട്. ഭക്ഷണത്തിന് ലഭ്യത ആവാസ വ്യവസ്ഥ തിരഞ്ഞെടുക്കുന്നതിൽ നിർണായകമാണ്. ആഡ്വാക്ക് ഒരു രാത്രി സജീവ മൃഗമായതിനാൽ തന്നെ ആവാസ വ്യവസ്ഥ വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഇവ ഉപയോഗിക്കുന്നുണ്ട്. പകൽ ഇവ കുഴികളിൽ വിശ്രമിക്കുകയും രാത്രിയിൽ തുറന്ന പ്രദേശങ്ങളിൽ ഭക്ഷണം തേടാൻ വേണ്ടി ഇവ പോകുന്നു. ഈ രീതിയാണ് ഇവയെ വേട്ടമൃഗങ്ങളിൽ നിന്നും മനുഷ്യ ഇടപെടലുകളിൽ നിന്നും സംരക്ഷിക്കുന്നത്. ആഡ്വാക്ക് കുഴിച്ചുണ്ടാക്കിയ കുഴികൾ പിന്നീട് പാമ്പുകൾ, മുള്ളംപന്നികൾ, ചെറു സസ്തനികൾ തുടങ്ങിയവയ്ക്ക് ആവാസ സ്ഥലമായിട്ട് മാറുന്നുണ്ട്. അതിനാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഡ്വാക്കിനെ ഒരു എക്കോസിസ്റ്റം എഞ്ചിനീയർ എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. ആഡ്വാക്കിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന ഘടകങ്ങൾ കൃഷി വിസ്താരം, വന നവീകരണം, മനുഷ്യ താമസ പ്രദേശങ്ങളുടെ വർധന എന്നിവയൊക്കെ ആഡ്വാക്കിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന ഘടകങ്ങളാണ്. എന്നാൽ ഇതുവരെ ആഡ്വാക്ക് ഗുരുതരമായിട്ടുള്ള വംശനാശ ഭീഷണിയിലല്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആഡ്വാക്കിന്റെ ആവാസ വ്യവസ്ഥ അതിന്റെ ജീവിതശൈലിയും ഭക്ഷണ രീതിയും ശരീരഘടനയൊക്കെ ചേർന്നുണ്ടാക്കിയ ഒരു സ്വാഭാവികമായിട്ടുള്ള പൊരുത്തമാണ്. ചിതലുകൾ ഉള്ളിടത്തോളം കാലം, കുഴിയെടുക്കാൻ കഴിയുന്ന മണ്ണുകൾ ഉള്ളിടത്തോളം കാലം ആഫ്രിക്കൻ ഭൂമിയിൽ ആഡ്വാക്ക് നിലനിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ആഡ്വാക്കിന്റെ ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ ആഡ്വാക്ക് ഒരു കീടഭക്ഷണ സസ്തനിയാണ്. അതിന്റെ ആഹാര രീതി വളരെ പരിമിതവും പ്രത്യേകവുമാണ്. പ്രധാനമായിട്ടും ചിതലുകളെയും ഉറുമ്പുകളെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ഇതിന്റെ ജീവിതം. ആഡ്വാക്കിന്റെ ശരീരഘടന, ഇന്ദ്രിയ ശക്തികൾ, പെരുമാറ്റം എന്നിവയെല്ലാം തന്നെ ഈ പ്രത്യേക ഭക്ഷണ രീതിക്ക് അനുസൃതമായിട്ട് പരിണമിച്ചതാണ്. ആഡ്വാക്കിന്റെ ഭക്ഷണത്തിൽ ചിതലുകൾ, ഉറുമ്പുകൾ എന്നിവയാണ് പ്രധാനമായിട്ട് ഉൾപ്പെടുന്നത്. ഒരു രാത്രിയിൽ തന്നെ 10,000 ചിതലുകളെയും ഉറുമ്പുകളെയൊക്കെ ഭക്ഷിക്കാൻ ആഡ്വാക്കിന് കഴിയും. ഇതിലൂടെ പരിസ്ഥിതിയിലെ കീടസംഖ്യ നിയന്ത്രണത്തിലൊക്കെ ഇവയ്ക്കൊരു പങ്കുണ്ട്. ആഡ്വാക്കിന്റെ കാഴ്ച അത്ര ശക്തമല്ല, പകരം അത്യന്തം ശക്തമായിട്ടുള്ള മണത്തറിവ് ഇവയ്ക്ക് ഉണ്ടായിരിക്കും. ഭൂമിക്കടിയിൽ മറിഞ്ഞിരിക്കുന്ന ചിതൽക്കൂടുകൾ പോലും മണത്തിലൂടെ കണ്ടെത്താനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. ഈ മണശക്തിയാണ് ഭക്ഷണം കണ്ടെത്തുന്നതിൽ പ്രധാനമായിട്ടുള്ള ആയുധം. ഭക്ഷണം കണ്ടെത്തിയാൽ ശക്തമായിട്ടുള്ള മുൻകാലുകളും മൂർച്ചയുള്ള നഖങ്ങളും ഉപയോഗിച്ച് ആഡ്വാക്ക് ചിതൽക്കൂടുകൾ വേഗത്തിൽ പൊളിക്കുന്നു. കഠിനമായിട്ടുള്ള മണ്ണ് പോലും എളുപ്പത്തിൽ കുഴിക്കാൻ വയ്ക്കാൻ സാധിക്കും. ഇത് ചിതൽക്കൂടിൽ എത്തിച്ചേരാൻ സഹായിക്കുന്നുണ്ട്. ഇവിടെ നാവ് 30 മുതൽ 45 സെന്റിമീറ്റർ വരെ നീളമുള്ളതാണ്. ഒട്ടിപ്പിടിക്കുന്ന ലാലം കൊണ്ട് ഇത് പൊതിഞ്ഞിരിക്കുന്നുണ്ട്. ഈ നാവ് ഉപയോഗിച്ച് ഒരേ സമയം തന്നെ നിരവധി ചിതലുകളെ, ഉറുമ്പുകളെയൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. കീടങ്ങൾ വായിൽ വേഗത്തിൽ ഇത് എത്തിച്ചേരാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ആഡ്വാക്കിന്റെ ഭക്ഷണം കൂടുതലായിട്ട് ചവയ്ക്കാതെ മിഴുങ്ങിയാണ് ചെയ്യുന്നത്. അതിന് കാരണം അതിന്റെ പല്ലുകളിൽ ട്യൂബുലർ ഘടനകളുള്ളതും ഇനാമൽ ഇല്ലാത്തതുമാണ്. അതിനാൽ തന്നെ പല്ലുകൾ ചവയ്ക്കുന്നതിനേക്കാൾ അരയ്ക്കുന്നതിനും ചതയ്ക്കുന്നതിനൊക്കെ മാത്രമായിട്ടാണ് ഇവ ഉപയോഗിക്കുന്നത്. ഇവ ഒരു രാത്രി സജീവ ജീവി ആയതിനാൽ തന്നെ ഭക്ഷണം തേടുന്നത് രാത്രി സമയത്താണ്. രാത്രിയിലെ തണുപ്പ് ഊർജ്ജനഷ്ടം കുറയ്ക്കുകയും ചിതലുകളും ഉറുമ്പുകളൊക്കെ സജീവമാവുന്ന സമയമാണ് ഈ രാത്രി സമയം. ഇതവർക്ക് ഭക്ഷണം എളുപ്പത്തിൽ കിട്ടാൻ സഹായിക്കുന്നു. ആഡ്വാക്ക് ചിലപ്പോൾ ചെറിയ കല്ലുകളും മണ്ണും ഒക്കെ ഭക്ഷണത്തിനൊപ്പം വിഴുകുന്നുണ്ട്. ഇവ വയറ്റിൽ ഗ്രൈൻഡിങ് ഏജൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കീടങ്ങളുടെ കട്ടിയുള്ള ശരീരഭാഗങ്ങൾ ദഹിപ്പിക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. ഈ ആഡ്വാക്കിന്റെ ഭക്ഷണശീലം ചിതലുകളുടെ അമിത വർധനവ് നിയന്ത്രിക്കുന്നുണ്ട്. അതുവഴി ആഡ്വാക്ക് പരിസ്ഥിതിയിലെ സമതുലനാവസ്ഥ നിലനിർത്തുന്ന ഒരു പ്രധാന ജീവിയായി മാറുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആഡ്വാക്കിന്റെ ഭക്ഷണ രീതി അതിന്റെ ശരീരഘടനയോടും ജീവിതശൈലിയോടും ഒക്കെ പൂർണ്ണമായിട്ട് പൊരുത്തപ്പെട്ടാണ്. ചിതലുകളും ഉറുമ്പുകളും ആശ്രയിച്ച ഈ പ്രത്യേക ഭക്ഷണ രീതി ആഡ്വാക്കിനെ പ്രകൃതിയിൽ ഒരു അനിവാര്യ ഘടകമാക്കി മാറ്റുന്നു. ഇനി നമുക്ക് ഇവിടെ പെരുമാറ്റവും ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ ആഡ്വാക്ക് ഒരു ശാന്ത സ്വഭാവം, ഒളിഞ്ഞു നടക്കുന്ന ജീവിതശൈലിയുള്ള ഒരു സസ്തനിയാണ്. അതിന്റെ പെരുമാറ്റങ്ങൾ ഭൂരിഭാവവും രാത്രി സജീവിത, ഒറ്റപ്പെട്ട ജീവിതം, ഭൂമി എടുക്കുന്ന സ്വഭാവം എന്നിവയെ ആധാരമാക്കിയിട്ടുള്ളതാണ്. പരിസ്ഥിതിയോട് പൂർണ്ണമായും പൊരുത്തപ്പെട്ടിരിക്കുന്ന ഈ പെരുമാറ്റങ്ങളാണ് ആഡ്വാക്കിനെ അതിജീവിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ആഡ്വാക്ക് ഒരു രാത്രി സജീവമായിട്ടുള്ള മൃഗമാണ്. പകൽ അവ കുഴികളിൽ വിശ്രമിക്കുന്നു. രാത്രിയാകുമ്പോൾ ഭക്ഷണം തേടി പുറത്തിറങ്ങുന്നു. ഇത് ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും വലിയ മൃഗങ്ങളിൽ നിന്നും ഒളിക്കാനായിട്ട് പരിണമിച്ച ഒരു സ്വഭാവമാണ്. ആഡ്വാക്ക് സാധാരണയായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു മൃഗമാണ്. മറ്റ് ആഡ്വാക്കുകളുമായിട്ട് ഇടപഴകുന്നത് വളരെ കുറവായിരിക്കും. പ്രജനനകാലത്ത് മാത്രമാണ് ആൺപെൺ കൂട്ടായിട്ട് കാണപ്പെടുന്നത്. ഇത് ഭക്ഷണത്തിലുള്ള മത്സരം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ആഡ്വാക്കിന്റെ പെരുമാറ്റത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം കുഴിയെടുക്കുന്ന സ്വഭാവമാണ്. ശക്തമായിട്ടുള്ള മുൻകാലുകളും മൂർച്ചയുള്ള നഖങ്ങളും ഉപയോഗിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആഴത്തിലുള്ള കുഴികൾ കുഴിക്കാൻ വേണ്ടി ഇവയ്ക്ക് കഴിയുന്നുണ്ട്. വിശ്രമത്തിനും ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയൊക്കെ ഈ കുഴികൾ ഉപയോഗിക്കുന്നുണ്ട്. ആഡ്വാക്കിന്റെ കാഴ്ച അത്ര ശക്തമല്ല, പകരം അത്യന്തം ശക്തമായിട്ടുള്ള മണത്തറിവ് ഇവയ്ക്ക് ഉണ്ടായിരിക്കും. അത്യന്തം ശക്തമായിട്ടുള്ള മണത്തറിവ്, നിലത്തിനടിയിലെ ചിതൽക്കൂട്ടങ്ങൾ പോലും കണ്ടെത്താനുള്ള കഴിവ് എന്നിവയാണ് അതിന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നത്. ഭക്ഷണം കണ്ടെത്തൽ മുതൽ ശത്രുവിനെ തിരിച്ചറിയൽ വരെ മണത്തറിവാണ് മുഖ്യമായിട്ട് പ്രവർത്തിക്കുന്നത്. ഭക്ഷണം തേടുമ്പോൾ ആഡ്വാക്ക് മണത്തിലൂടെ ചിതൽക്കൂട്ടുകൾ കണ്ടെത്തുന്നുണ്ട്. കുഴിയെടുത്ത് ചിതൽക്കൂട്ടൊക്കെ കണ്ടെത്തിയതിനു ശേഷം നീളം കൂടിയ ഒട്ടിപ്പിടിക്കുന്ന നാവ് ഉപയോഗിച്ച് കീടങ്ങളെ പിടികൂടുന്നുണ്ട്. ഒരു രാത്രി തന്നെ വലിയ പ്രദേശങ്ങൾ സഞ്ചരിച്ച് നിരവധി ചിതൽക്കൂട്ടുകൾ സന്ദർശിക്കുന്നുണ്ട്. ആഡ്വാക്ക് ശത്രുക്കളെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു മൃഗമല്ല. അപകടം തിരിച്ചറിഞ്ഞാൽ ഉടൻ കുഴിയിലേക്ക് ഓടിപ്പോകുന്നു, അല്ലെങ്കിൽ വേഗത്തിൽ പുതിയ കുഴി കുഴിച്ച് ഒളിക്കുന്നു. ആവശ്യമെങ്കിൽ ശക്തമായുള്ള നഖങ്ങൾ ഉപയോഗിച്ച് പ്രതിരോധം നടത്തും.
ആഡ്വാക്ക് വ്യക്തമായിട്ടുള്ള പ്രദേശപരിധികൾ, അതായത് ഹോം റേഞ്ച് നിലനിർത്തുന്നുണ്ട്. എന്നാൽ അതിക്രമമായിട്ട് പ്രദേശ സംരക്ഷണം നടത്തുന്നില്ല. മൂത്രം, മല എന്നിവ ഉപയോഗിച്ച് പ്രദേശങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട്. പെണ്ണ് ആഡ്വാക്ക് കുഞ്ഞിനെ കുഴിയിൽ സൂക്ഷിക്കുന്നുണ്ട്. നിരവധി ആഴ്ചകളോളം പുറത്തു കൊണ്ടുവരാതെ പരിപാലിക്കുന്നു. കുഞ്ഞു പതിയെ അമ്മയോടൊപ്പം രാത്രി പുറത്തു വരാൻ വേണ്ടി തുടങ്ങും. ഇത് സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു പെരുമാറ്റമാണ്. ആഡ്വാക്കിന്റെ പെരുമാറ്റങ്ങൾ മണ്ണിലെ ഘടന മെച്ചപ്പെടുത്തുകയും മറ്റു ജീവികൾക്ക് അഭയം നൽകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആഡ്വാക്കിനെ ഒരു എക്കോസിസ്റ്റം എഞ്ചിനീയർ ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആഡ്വാക്കിന്റെ പെരുമാറ്റങ്ങൾ അതിന്റെ ശരീരഘടനയും ഭക്ഷണശീലവും ആവാസ വ്യവസ്ഥയും ചേർന്നുണ്ടാക്കിയ പരിണാമപരമായിട്ടുള്ള അനുയോജനങ്ങളാണ്. ശാന്തമായെങ്കിലും കാര്യക്ഷമമായിട്ടുള്ള ഈ പെരുമാറ്റങ്ങളാണ് ആഡ്വാക്കിനെ ആഫ്രിക്കൻ വന്യജീവിതത്തിലെ ഒരു നിർണായകമായിട്ടുള്ള ഘടകമാക്കുന്നത്. ഇനി ഇവിടെ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട, പ്രജനനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ ആഡ്വാക്കിന്റെ പ്രജനന രീതി അതിന്റെ ശാന്തവും ഒറ്റപ്പെട്ടതുമായിട്ടുള്ള ജീവിതശൈലിയോട് പൂർണ്ണമായിട്ടും പൊരുത്തപ്പെട്ടതാണ്. സാമൂഹിക ഇടപെടൽ കുറവായിട്ടുള്ള ഈ ജീവികളിൽ പ്രജനനം വളരെ ചുരുങ്ങിയ കാലയളവിലും വ്യക്തമായിട്ടുള്ള ഘട്ടങ്ങളിലൊക്കെയാണ് നടക്കുന്നത്. ആഡ്വാക്കിന് സ്ഥിരമായിട്ടുള്ള ഒരു പ്രജനനകാലം ഇല്ല. എന്നാൽ മഴക്കാലത്തോട് ചേർന്ന സമയങ്ങളിൽ പ്രജനനം കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. മഴക്കാലത്ത് ചിതലുകളും ഉറുമ്പുകളും ഒക്കെ ധാരാളമായിട്ട് ലഭിക്കുന്നതിനാൽ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സാധാരണയായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആഡ്വാക്കുകൾ പ്രജനന സമയത്ത് മാത്രമാണ് പരസ്പരം കണ്ടെത്തുകയും കുറച്ചു കാലം മാത്രം കൂട്ടായിട്ട് തുടരുകയും ചെയ്യുന്നു. കൂട്ടുകൂടൽ കഴിഞ്ഞാൽ ആൺ ആഡ്വാക്ക് പെണ്ണിൽ നിന്ന് പിരിയുന്നു. കുഞ്ഞുങ്ങളുടെ പരിമാണത്തിൽ ഇവ പങ്കാളിയാകാറില്ല. ആഡ്വാക്കിന്റെ ഗർഭകാലം ഏകദേശം 7 മാസം നീളമുള്ളതാണ്. ഈ ദീർഘഗർഭകാലം കുഞ്ഞിന്റെ ശരീരവികാസം പൂർണ്ണമായിട്ട് നടത്താൻ വേണ്ടി ഇവയെ സഹായിക്കുന്നുണ്ട്. സാധാരണയായിട്ട് ഒരൊറ്റ കുഞ്ഞാണ് ആഡ്വാക്കിന് ജനിക്കുന്നത്. ഇരട്ട കുഞ്ഞുങ്ങൾ അപൂർവമായിട്ട് ജനിക്കാം. ജനനസമയത്ത് കുഞ്ഞ് രോമമില്ലാത്ത കണ്ണുകൾ അടഞ്ഞ നിലയിൽ അതീവ നിസ്സഹായ അവസ്ഥയിലായിരിക്കും കാണപ്പെടുന്നത്. കുഞ്ഞുങ്ങൾ ഭൂമിക്കടിയിൽ കുഴിയിലാണ് ജനിക്കുന്നത്. അവിടെ തന്നെ അമ്മ അവയെ സംരക്ഷിക്കുന്നു. ആദ്യത്തെ ചില ആഴ്ചകളിൽ അമ്മ കുഴിയിൽ നിന്ന് പുറത്തു പോകാതെ പാൽ കൊടുത്ത് കുഞ്ഞിനെ പരിപാലിക്കുന്നുണ്ട്. ആഡ്വാക്കിന് കുഞ്ഞ് അമ്മയുടെ പാലിലാണ് ആദ്യം ആശ്രയിക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് ശേഷം പതിയെ മൃദുവായിട്ടുള്ള കീടങ്ങൾ, ചെറിയ ചിതലുകൾ എന്നിവ കഴിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഏകദേശം 2-3 മാസത്തിന് ശേഷം കുഞ്ഞ് അമ്മയോടൊപ്പം രാത്രിയിൽ പുറത്തേക്ക് പോകാൻ വേണ്ടി തുടരുന്നുണ്ട്. ഇത് ഭക്ഷണം കണ്ടെത്താൻ വേണ്ടി പഠിപ്പിക്കുന്നതിനും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശീലനം നേടുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. കുഞ്ഞൊരു 6 മാസത്തിനുള്ളിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അതിനുശേഷം അമ്മയും കുഞ്ഞും പിരിയുകയും ഓരോന്നും സ്വയം പ്രദേശ പരിധിയിൽ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. ആഡ്വാക്കുകൾ ഏകദേശം 2-3 വർഷത്തിനുള്ളിൽ ലൈംഗികമൊക്കെ നേടുന്നുണ്ട്. അതിനുശേഷമാണ് ഇവ പ്രജനനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആഡ്വാക്കിന്റെ പ്രജനനം കുറച്ച് കുഞ്ഞുങ്ങൾ, ശക്തമായിട്ടുള്ള മാതൃത്വ സംരക്ഷണം, സുരക്ഷിതമായിട്ടുള്ള കുഴികളുടെ വളർച്ച എന്നിവ ആധാരമാക്കിയിട്ടുള്ളതാണ്. ഇത് ആഫ്രിക്കൻ വന്യജീവിതത്തിലെ അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങൾ പോലും അപൂർവമായിട്ടുള്ള സസ്തിനെ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇനി ഇവയുടെ ആയുസ് അല്ലെങ്കിൽ ലൈഫ്സ്പാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ ആഡ്വാക്കുകൾ ഒരു ദീർഘായുസുള്ള സസ്തിനി അല്ലെങ്കിലും പ്രകൃതിയിൽ ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള ശരീരഘടനയും പെരുമാറ്റവും ഉള്ളതിനാൽ തന്നെ സമതുലനമായിട്ടുള്ള ആയുസ് ഇവയ്ക്ക് ലഭിക്കുന്നുണ്ട്. ആഡ്വാക്കിന്റെ ആയുസ് സ്വാഭാവിക സാഹചര്യങ്ങളിലും മനുഷ്യ സംരക്ഷണത്തിലുള്ള വ്യത്യാസങ്ങൾ അനുസരിച്ച് മാറിയേക്കാം. പ്രകൃതിയിലെ സ്വതന്ത്ര സാഹചര്യങ്ങളിൽ ആഡ്വാക്ക് സാധാരണയായിട്ട് 18 മുതൽ 23 വരെ വർഷം ജീവിക്കുന്നു. ഈ ആയുസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ പറ്റി നോക്കുകയാണെങ്കിൽ ഭക്ഷണ ലഭ്യത ഉണ്ടാവാം, വേട്ടമൃഗങ്ങളിൽ നിന്നുള്ള ഭീഷണി ഉണ്ടാവാം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, രോഗങ്ങളും പരിക്കുകൾ എന്നിവയ്ക്ക് ആവാം. മൃഗശാലകളിലും സംരക്ഷണ കേന്ദ്രങ്ങളിലുള്ള ആഡ്വാക്കുകൾക്ക് 25 മുതൽ 30 വർഷം വരെ ജീവിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് കാരണം സ്ഥിരമായിട്ടുള്ള ഭക്ഷണവും വൈദ്യപരിചരണവും മൃഗങ്ങളുടെ അഭാവം ഒക്കെയാണ്. ആഡ്വാക്ക് കുഞ്ഞുങ്ങളുടെ ആദ്യ 1 വർഷം ഏറ്റവും നിർണായകരമാണ്. ശത്രുക്കളുടെയും രോഗങ്ങളുടെയൊക്കെ ഭീഷണി കൂടുതലാണ്. എന്നാൽ ശക്തമായിട്ടുള്ള മാതൃത്വ സംരക്ഷണം കുഞ്ഞുങ്ങളുടെ ജീവനിരക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട്. ആഡ്വാക്കിന്റെ രാത്രി സജീവ സ്വഭാവം വേട്ടമൃഗങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ശരീര ഊർജ്ജനഷ്ടം കുറയ്ക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നു. ഇത് ദീർഘകാലം ജീവിക്കാൻ വേണ്ടി അനുകൂലമായിട്ടുള്ള ഘടകങ്ങളിലൊന്നാണ്. ആഡ്വാക്കുകൾ കുഴികളിൽ താമസിക്കാതെ തന്നെ കാലാവസ്ഥയുടെ അതിക്രമത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നുണ്ട്. ചൂട്, തണുപ്പ് എന്നിവയിൽ നിന്ന് രക്ഷപ്പെടുന്നു. പരിക്കുകൾ സംഭവിക്കുന്ന സാധ്യതയും കുറയുന്നു. ഇതും ആയുസിനെ അനുകൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. ആഡ്വാക്കിന്റെ കട്ടിയുള്ള ത്വക്ക്, ശക്തമായിട്ടുള്ള നഖങ്ങൾ, മണത്തറിവ് എന്നിവയെല്ലാം അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ജീവിതകാലം നീട്ടാൻ വേണ്ടി സഹായിക്കുന്ന പരിണാമ അനുകൂലങ്ങളാണ്. ആഡ്വാക്കിന്റെ ആയുസ് കുറയ്ക്കാൻ കാരണമാകുന്ന പ്രധാന ഘടകങ്ങൾ മനുഷ്യ ഇടപെടലുകളും ആവാസ വ്യവസ്ഥയുടെ നാശം, റോഡ് അപകടങ്ങൾ, അനധികൃത വേട്ട എന്നിവയ്ക്കാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആഡ്വാക്കിന്റെ ആയുസ് അതിന്റെ ശാരീരികവും പെരുമാറ്റപരവുമായിട്ടുള്ള സവിശേഷതകളുടെ ഫലമാണ്. സ്വാഭാവിക സാഹചര്യങ്ങളിൽ ജീവിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ അനുയോജനങ്ങളും ഉള്ളതിനാൽ തന്നെ ഈ അപൂർവ സസ്തനി വർഷങ്ങളോളം പ്രകൃതിയിൽ നിലനിൽക്കുന്നു. ആഡ്വാക്കിന് ശക്തമായിട്ടുള്ള ശാരീരഘടനയും കുഴിയെടുക്കുന്ന കഴിവൊക്കെ ഉണ്ടായിരുന്നാലും പ്രകൃതിയിലും മനുഷ്യനെ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ നിരവധി ഭീഷണികളെ നേരിടുന്ന ഒരു സസ്തനിയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളും യുവാവസ്ഥയിലുള്ള ആഡ്വാക്കുകളും കൂടുതൽ അപകട സാധ്യത നേരിടുന്നുണ്ട്. ഇവയുടെ പ്രകൃതിദത്ത ശത്രുക്കളെ പറ്റി നോക്കുകയാണെങ്കിൽ സിംഹമാണ്. മുതിർന്ന ആഡ്വാക്കുകളെ അപൂർവമായിട്ടാണ് ആക്രമിക്കുന്നതെങ്കിലും തുറന്ന പ്രദേശങ്ങളിൽ പിടിയിലാകാനുള്ള അപകടം കൂടുതലാണ്. ചീറ്റപ്പുലി അല്ലെങ്കിൽ ചീറ്റ, പുലി അല്ലെങ്കിൽ ചീറ്റ ഉണ്ടായിരിക്കും. രാത്രി സഞ്ചരിക്കുന്ന ആഡ്വാക്കുകളെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ചെറുതും ദുർബലവുമായിട്ടുള്ളവയെ ഇവ ലക്ഷ്യമിടുന്നുണ്ട്. പിന്നെ ആഫ്രിക്കൻ കാട്ടുനായുണ്ട്. കൂട്ടമായിട്ട് വേട്ടയാടിനാൽ തന്നെ ഇവ യുവ ആഡ്വാക്കുകൾക്ക് വലിയ ഭീഷണിയാണ്. പിന്നെ വലിയ പാമ്പുകൾ ഉണ്ടായിരിക്കും. കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയൊക്കെ വിഴുങ്ങാൻ വേണ്ടി ഇവയ്ക്ക് കഴിവുണ്ട്. കുഴികളിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് അപകട സാധ്യത വളരെ കൂടുതലായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് കുറച്ച് പ്രത്യേക ഭീഷണി ഉണ്ടായിരിക്കും. ആഡ്വാക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ രോമമില്ലാത്തതും നിസ്സഹായ അവസ്ഥയായാൽ തന്നെ പാമ്പുകൾ, പുലികൾ, വലിയ പക്ഷികൾക്കൊക്കെ എളുപ്പത്തിൽ ഇവയെ ഇരയാക്കാൻ
വേണ്ടി സാധിക്കും. ആഡ്വാക്കിന്റെ ഏറ്റവും വലിയ രക്ഷാമാർഗം എന്ന് പറയുന്നത് വേഗത്തിൽ കുഴിയെടുക്കാനുള്ള കഴിവാണ്. അപകടം തിരിച്ചറിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഭൂമിക്കടിയിൽ ഒളിക്കാനാവും. ഇത് പല വേട്ടമൃഗങ്ങളെയും പരാജയപ്പെടുത്തുന്നുണ്ട്. ആവാസ വ്യവസ്ഥയുടെ നാശം, റോഡ് അപകടങ്ങൾ, വേട്ട എന്ന മനുഷ്യനാൽ സൃഷ്ടിക്കുന്ന ഭീഷണികളും ഇവയ്ക്കൊരു പ്രശ്നമാണ്. കാലാവസ്ഥാ മാറ്റത്തിന്റെ സ്വാധീനവും ഇവയുടെ ആയുസിനെ ബാധിക്കാം. കാലാവസ്ഥാ വ്യതിയാനം ചിതലുകളുടെ എണ്ണം കുറയ്ക്കാം, ദീർഘകാല വരൾച്ച സൃഷ്ടിക്കാം. ആഡ്വാക്കിന്റെ ഭക്ഷണ ലഭ്യത ഇതൊക്കെ കുറയ്ക്കാനും ദുർബലതയും മരണസാധ്യതയൊക്കെ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. രോഗങ്ങളും പരിക്കുകളും ഒക്കെ ഇതുപോലെ തന്നെ ഭീഷണിയാണ്. ഇപ്പോൾ ആഡ്വാക്ക് ആഗോളതലത്തിൽ ഗുരുതരമായിട്ട് വംശനാശ ഭീഷണിയിലല്ല. എന്നാൽ ചില പ്രദേശങ്ങളിൽ എണ്ണം കുറയുന്ന പ്രവണത കാണുന്നുണ്ട്. ഇത് പ്രാദേശിക സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ആവശ്യകത സൂചിപ്പിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആഡ്വാക്ക് പ്രകൃതിയിൽ നിരവധി ശത്രുക്കളെയും മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെടുന്ന ഭീഷണികളും നേടുന്നുണ്ടെങ്കിലും ശക്തമായിട്ടുള്ള അനുകൂലങ്ങൾ മൂലം ഇതുവരെ നിലനിൽക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുകയും മനുഷ്യ ഇടപെടലുകൾ നിയന്ത്രിക്കുകയും ചെയ്താൽ മാത്രമേ ഈ അപൂർവ സസ്തനികളുടെ ഭാവി ഉറപ്പാക്കാൻ വേണ്ടി കഴിയൂ. ഇവിടെ കൺസർവേഷൻ സ്റ്റാറ്റസിനെ പറ്റി നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള സസ്തനികളിൽ ഒന്നായിരുന്നിട്ടും നിലവിൽ ഇത് ആഗോളതലത്തിൽ അതീവ ഗുരുതരമായിട്ടുള്ള വംശനാശ ഭീഷണി നേടുന്ന ജീവി അല്ല. എന്നിരുന്നാലും ചില പ്രദേശങ്ങളിൽ ഇവയുടെ എണ്ണം കുറയുന്നുവെന്ന സൂചനകൾ ശാസ്ത്രജ്ഞന്മാരെ ആശങ്കപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ ആഡ്വാക്കിന്റെ സംരക്ഷണ നിലയെക്കുറിച്ചുള്ള പഠനവും നിരീക്ഷണവും ഒക്കെ അത്യന്തം പ്രധാനമാണ്. IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ റെഡ് ലിസ്റ്റ് പ്രകാരം ആഡ്വാക്ക് ലീസ്റ്റ് കൺസേൺ എന്ന പദവിയിലാണ്. അതായത് കുറഞ്ഞ ആശങ്കയുള്ള ജീവിവർഗം എന്ന നിലയിലാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആഡ്വാക്കുകൾ ഇപ്പോഴും വ്യാപകമായിട്ട് കണ്ടുവരുന്നുവെന്നാണ്. ആഗോളതലത്തിൽ ഇത് വംശനാശ സാധ്യതയില്ല എന്നാണ്. അതായത് ആഡ്വാക്ക് ലീസ്റ്റ് കൺസേൺ എന്ന സംരക്ഷണ നിലയിലാണെങ്കിലും ഇത് പൂർണ്ണമായിട്ടും സുരക്ഷിതമാണെന്ന് അർത്ഥമില്ല. പ്രാദേശിക ഭീഷണികളും കാലാവസ്ഥാ മാറ്റങ്ങളും കണക്കിലെടുത്താൽ തുടർച്ചയായിട്ടുള്ള നിരീക്ഷണവും ആവാസ വ്യവസ്ഥ സംരക്ഷണവും അനിവാര്യമാണ്. ഇന്ന് സ്വീകരിക്കുന്ന സംരക്ഷണ നടപടികളാണ് നാളത്തെ ആഡ്വാക്കിന്റെ ജനസംഖ്യയെ നിയന്ത്രിക്കുക. ആഡ്വാക്ക് ഇന്ന് കാണുന്ന സസ്തനങ്ങളിൽ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ശരീരഘടനയും വികാസ ചരിത്രമുള്ള ഒരു ജീവിയാണ്. ഇതിന്റെ ചരിത്രം വെറും ഒരു ജീവിവർഗത്തിന്റെ കഥ മാത്രമല്ല, മറിച്ച് സസ്തനികളുടെ വികാസയാത്രയിലെ അപൂർവവും അതിശയകരമായിട്ടുള്ള ഒരു അധ്യായമാണ്. ഏകദേശം 60 മുതൽ 70 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഡൈനോസറുകളുടെ വംശനാശത്തിന് ശേഷം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ആരംഭിച്ച ആഡ്വാക്കിന്റെ മുൻഗാമികൾ ഉറുമ്പുകളും ചിതലുകളും ഭക്ഷിക്കുന്ന, ഭൂമിയിൽ കുഴിയെടുക്കുന്ന രാത്രി സജീവമായിട്ടുള്ള ജീവികളായിരുന്നു. ഫോസിലുകൾ അപൂർവമാണെങ്കിലും ആഫ്രിക്കയിലും യൂറോപ്പിലും കണ്ടെത്തിയ ചില ഫോസിലുകൾ ആഡ്വാക്കിന്റെ പൂർവികർ വ്യാപകമായ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്രാചീന ഓക്ടോറോപോഡിയ കുടുംബത്തിലെ അംഗങ്ങൾ ഇന്ന് കാണുന്ന ആഡ്വാക്കിനേക്കാൾ വലിയ വ്യത്യസ്ത വലുപ്പത്തിലും ശരീരഘടനയിലായിരുന്നു. ശാസ്ത്രലോകം 18ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ പ്രകൃതി ശാസ്ത്രജ്ഞന്മാരുടെ പഠനത്തിലൂടെ തിരിച്ചറിഞ്ഞപ്പോൾ ആദ്യം അതിന് നീളമുള്ള മൂക്കും ഉറുമ്പ് തിന്നുന്ന സ്വഭാവം കാരണം ആന്റീറ്റർ, ആർമാഡില്ലോ, പങ്കോളിൻ എന്നിവയായിട്ട് ബന്ധപ്പെടുത്തി കരുതപ്പെട്ടു. പിന്നീട് അസ്ഥികുടം, പല്ലുകൾ, ജനറ്റിക് ഘടകങ്ങൾ എന്നിവ വിശദമായിട്ട് പഠിച്ചതോടെ ആഡ്വാക്ക് ഒരു സ്വതന്ത്ര വർഗ്ഗം എന്ന് തെളിഞ്ഞു. ആഡ്വാക്ക് ഉൾപ്പെടുന്ന ഓർഡർ ട്യൂബുലഡേറ്റ എന്നത് അതിന് ട്യൂബുലാർ പല്ലുകൾ കാരണം നൽകപ്പെട്ടതാണ്. ഇത്തരം ഒരു പല്ലുഘടന മറ്റെന്ത് സസ്തനിലും കണ്ടിട്ടില്ല. അതിനാൽ തന്നെ ആഡ്വാക്കിനെ വികാസപരമായിട്ട് പൂർണ്ണമായിട്ടും വേറിട്ട ശാഖയായിട്ട് സ്ഥാപിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ആഫ്രിക്കൻ ജനവിഭാഗങ്ങൾ ആഡ്വാക്കിനെ പരിചയപ്പെട്ടിരുന്നുവെന്നും പല സംസ്കാരങ്ങളിലും ഇത് ബുദ്ധിയുടെ പ്രതീകമായിട്ട് ഭൂമിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ജീവിയായിട്ട് കണക്കാക്കിയതായിട്ടും ചില ഗോത്രവിശ്വാസത്തിൽ അതിന്റെ നഖങ്ങളും അസ്ഥികളും ആത്മീയ ശക്തിയുണ്ടെന്ന് വിശ്വസിച്ചതായിട്ടും കാണപ്പെടുന്നുണ്ട്. ആധുനിക DNA പഠനങ്ങളും വികാസശാസ്ത്ര ഗവേഷണങ്ങളും ഒക്കെ ആഫോദിറിയ എന്ന പുരാതന സസ്തനി സമൂഹത്തിന്റെ ഭാഗമാണെന്ന് തെളിയിക്കുന്നുണ്ട്. ഇത് ആന, മാനാട്ടി, ഹൈറാക്സ് തുടങ്ങിയ ജീവികളുമായിട്ട് ദൂരസ്ഥമായെങ്കിലും ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ആഡ്വാക്കിന്റെ ചരിത്രം ഭൂമിയിലെ ജൈവ വൈവിധ്യത്തിന്റെ അതുല്യമായിട്ടുള്ള ഉദാഹരണമാണ്. കോടിക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള വികാസം, ഭൂഖണ്ഡ മാറ്റങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവയെ അതിജീവിച്ചിട്ടാണ് ഇന്നത്തെ രൂപം കൊണ്ടത്. അതിന്റെ ചരിത്രം മനസ്സിലാക്കുന്നത് പ്രകൃതിയുടെ സൃഷ്ടിപരമായിട്ടുള്ള ശക്തിയും സസ്തനികളുടെ അത്ഭുതകരമായിട്ടുള്ള വികാസ യാത്രയും മനസ്സിലാക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ അതിഥിയായിട്ടുള്ള ആഡ്വാക്കിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ. ഇനി അടുത്ത ജീവിയുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.